Mastani, you are evicted. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷമായി. ഇത് അപ്പാണിക്ക് വേണ്ടി നീ അന്ന് നോവിച്ച് വിട്ടതൊരു പാമ്പിനെയാടാ. വസു, ദേ തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിന്റെ 7ാമത്തെ ആഴ്ച 7ന്റെ പണി കിട്ടിയ നമ്മുടെ വൈൽഡ് കാർഡ് കണ്ടസ്റ്റന്റ് വെൽക്കം മസ്താനി. താങ്ക് യു. ഈ കർമ്മ റിയൽ ആണോ? ആണ്. ആണോ? എനിക്ക് കിട്ടിയല്ലോ. അങ്ങനെ പവനായി ശവമായി. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. അകത്ത് കയറി ആദ്യം ചെയ്തത് ഞാൻ എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞു. എനിക്ക് സംശയം, ഈ കുട്ടിയുടെ അടുത്ത് ഞാൻ ചെയ്യരുതെന്നല്ലേ പറഞ്ഞത്? ചെയ്യണം എന്നല്ലോ. ഒരാളെ അറസ്റ്റ് ചെയ്യണം എന്ന് മന്ത്രി പറഞ്ഞാൽ ഞാൻ അറസ്റ്റ് ചെയ്യില്ല, അവനെത്ര വലിയ കുറ്റവാളിയായാലും. ഒരാളെ അറസ്റ്റ് ചെയ്യരുത് എന്ന് മന്ത്രി പറഞ്ഞാൽ ഞാൻ അവനെ അറസ്റ്റ് ചെയ്തിരിക്കും, അവനെത്ര നിരപരാധിയായാലും. ഞാൻ ഗെയിം റിലേറ്റഡ് ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറയരുതെന്നാണ് പറഞ്ഞത്. ഗെയിം റിലേറ്റഡും പറഞ്ഞു. ഞാൻ എന്നെ കൊണ്ട് ക്ലിപ്സ് എടുപ്പിക്കല്ലേ മസ്താനി? ഞാൻ ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എന്തായാലും പറയാൻ പാടില്ലാത്ത കാര്യം. അതെനിക്ക് ആ ഒരു പോയിന്റിൽ ഈ സാധനം പറയണമെന്ന് തോന്നി. അതാണ് കുറച്ച് അമിത ആവേശമായില്ലേ? കൗതുക ലേശം കൂടുതലാണ്. എന്തുകൊണ്ട് പ്രേക്ഷകർക്ക് ഒരാഴ്ച കൊണ്ട് മസ്താനിനെ മടുത്തു എന്നുള്ളതാണ് എന്റെ ചോദ്യം. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. That's why in fact I took my decision to arrange the marriage at the earliest. അത് ചിലപ്പോൾ ഞാൻ ചെയ്ത എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. ലോകത്തിൽ ഇവനെ പോലെയുള്ള സകല ഫ്രോഡുകൾക്കും ദൈവം ഒരു ആയുധം കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട്. നാവ്. എന്താ മസ്താനിയുടെ സെൽഫ് അസസ്മെന്റ്? ഞാൻ ദിസ് ഇസ് വാട്ട് എനിക്ക് പാളിപ്പോയി. മേ ബി ഒനീലിന്റെ ഇഷ്യൂ ആയിരിക്കാം. കാരണം ടാസ്ക് വൈസ് എനിക്ക് തോന്നുന്നില്ല. ഫാക്ടറി ടാസ്ക് ഒക്കെ എന്റെ കുരുട്ട് ബുദ്ധി ഞാൻ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു, മസ്താനി എവിക്റ്റഡ് അനൗൺസ് ചെയ്തപ്പം ഓഡിയൻസിന്റെ അടുത്തുനിന്ന് വന്ന കയ്യടി സ്റ്റേജിൽ ചെന്നപ്പോ പോലും ഒരു കയ്യടി ഉണ്ടായിരുന്നു. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല.